വണ്ടി എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ പണി കിട്ടിയിരിക്കുകയാണ്. പെയിൻ്റൊക്കെ ഏറെക്കുറെ പോയി. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഇതേ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കാർ അവിടെ അവർ മൂടിയിട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ അത്ര കൂടുതൽ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യത്തെ പറയാനുള്ള മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ പണി കിട്ടിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഇങ്ങനൊരു വണ്ടി ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നമുക്ക് കിട്ടിയ പണിക്ക് അതായത് അത്യാവശ്യം ഫണ്ട് പൊട്ടാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പണികൾ എന്നുള്ള കാര്യം ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കാറ് ഫുള്ള് മേലൊക്കെ റാപ്പൊക്കെ ചെയ്ത് ഫുൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം പിന്നെ ഒന്ന് പോകുന്നതിൻ്റെ ഇടയിൽ കണ്ടോ നല്ല രീതിയിൽ തന്നെ പണിയായിട്ടുണ്ട്. ഇവിടെ പെയിൻ്റൊക്കെ ഏറെക്കുറെ പോയി, ഒരു നിലക്ക് നല്ല കുളമായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ ഭാഗം നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് ഒന്ന് പെയിൻറ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഡോറുമൊക്കെ കയറിയില്ല. ഇത് ആക്ച്വലി രാത്രി വണ്ടി ഒരു ചെറിയ വഴിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചെടുത്തതിൽ അടിഭാഗത്തൊരു കല്ല് പോലത്തെ എന്തോ ഉണ്ടായിരുന്നു, ഒരു പാറ എന്തോ ഉണ്ടായിരുന്നു, ചെറിയൊരു കുഴി പോലത്തെ സ്ഥലമായിരുന്നു. അപ്പോൾ എടുത്തതിൽ ചെറിയ രീതിയിൽ ഒന്ന് സൈഡ് തട്ടിയതാണ്. എന്തോ ഭാഗ്യം അത്രേ പറ്റുള്ളൂ എന്ന് പറയാം. കാരണം അത് ആ ഡോറുമ കൂടെ കയറിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോറ് കംപ്ലീറ്റ്ലി നമ്മൾ ഫുള്ള് പുട്ടിയൊക്കെ ഫുൾ റീപെയിൻറ്റ് ചെയ്ത് റെഡിയാക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. ഇതിപ്പോൾ ഏതായാലും നമ്മളെ റണ്ണിങ് ബോർഡ് എന്നൊക്കെ പറയുന്ന അത് തന്നെയാണ് എൻ്റെ പേരും തോന്നുന്നു, അല്ലെങ്കിൽ തിരിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൽ മാത്രമേ കാര്യമായിട്ട് ഇപ്പോൾ സ്ക്രാച്ചസ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അറിയില്ല. ഈ ഒരു സ്ക്രാച്ച് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണുന്ന നിലയിലുള്ളൊരു സ്ക്രാച്ചായിട്ട് ഏതായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ അതുപോലെ നമുക്ക് മൊത്തത്തിലൊരു റെയിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. കാരണം നമ്മുടെ വഴി എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വളരെ ചെറിയ വഴിയാണ്. അപ്പോൾ അതിൽ കൂടെ പോകുമ്പോഴുള്ള ഈ ചെടികളുടെയൊക്കെ മുള്ളുകളും അതും ഇതൊക്കെ തട്ടിയിട്ടുള്ള വരകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടെ കാണണം. അപ്പോൾ ഏതായാലും നമുക്ക് അതിന് വേണ്ടി പോയേക്കാം. രക്ഷയില്ലാത്ത വെയിലല്ലേ, വേർത്തൊരു പരിവായി. ഏതായാലും നമുക്ക് നേരെ പോവാം. യെസ്, നമ്മളങ്ങനെ കാറുമായിട്ട് എത്തിയിട്ടുള്ളത് നമ്മളെ മലപ്പുറം തിരൂരിനടുത്ത് കാരത്തൂരുള്ള പ്രോമാക്സ് ഓട്ടോ കെയറിലാണ്. സിറാജ് കാ, ചെറുതായിട്ട് ഒന്ന് പണി പാളിയിട്ടുണ്ട്. അതെ, നമ്മളെ വണ്ടി സൈഡ് എടുത്തപ്പോ ശ്രദ്ധിച്ചില്ല, അത് ചെറിയ പണി കിട്ടില്ലേ, അപ്പൊ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത് നമുക്ക് ആദ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഡെന്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സെറാമിക് കോട്ടിംഗ് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം സെറാമിക് കോട്ടിംഗ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ ഗ്രാഫിൻ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് PPF ചെയ്യാൻ പറ്റും. വേർഡ് നമ്പർ ലീഡിംഗ് പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതുമ്പോ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല. നമ്മളിപ്പോ ഇങ്ങനെ ഒരു വണ്ടി എടുത്തു, പിന്നെ നേരെ തട്ടലും തട്ടി നേരെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതില് പെയിന്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ഗ്രാഫൈൻ എന്താ ചെയ്യാം അല്ലേ? ഗ്രാഫൈൻ ഒക്കെ ചെയ്താ കംപ്ലീറ്റ്ലി വണ്ടി മൊത്തത്തിൽ മാറൂലേ? 100% കംപ്ലീറ്റ്ലി. അതായത് നിങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ക്യാഷ് നമുക്ക്. അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ കാറ് ഇവിടെ സിറാജ് ഖാനെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ പ്രോമാക്സ് ഓട്ടോ കെയറിൽ ഏൽപ്പിക്കുകയാണ്. ഇവിടെ വേറെയും കുറേ പരിപാടികളുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വിശദമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പിന്നെ അതുപോലെ ഗ്രാഫൈൻ എന്താ വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കി വണ്ടി മൊത്തത്തിലൊന്ന് പുതുക്കി നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതായാലും ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടി തട്ടാന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അതെ. ഏതായാലും നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത നിലക്ക് നമുക്കത് ഏതായാലും സെറ്റാക്കി എടുക്കണം. ഇതുണ്ടോ, അത്യാവശ്യം ചെറിയൊരു ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം, പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മൊത്തത്തിൽ എങ്ങനെ അവസ്ഥ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ്ടോ ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് ആ ഒരു പരുവായിട്ടാണ് വണ്ടി ഉള്ളത്. അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ എന്താ പറയുക കുത്തുപുള്ളി എന്നൊക്കെ പറഞ്ഞ നിലക്കുള്ള കുറേ കാര്യങ്ങൾ അതും ഇതൊക്കെ ആയിട്ടുണ്ട്. വണ്ടി ഞാൻ പിന്നെ കഴുകിയിട്ടില്ല, ഞാൻ കുറച്ചൊന്ന് ലോങ്ങൊക്കെ പോയിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്തുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഏതായാലും നോക്കാം. ഇവിടെയൊക്കെ പലതരത്തിലുള്ള അപാകതകൾ നമുക്ക് ഏതായാലും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ഈ ഹാർഡ് വാട്ടറിൻ്റെ എന്തൊക്കെയോ വാട്ടർ മാർക്ക് റിമൂവിംഗ് ഉണ്ട് ഓൾറെഡി. ഇപ്പോൾ ഗ്ലാസ്സിൽ അതുപോലെ ബോഡിയിലൊക്കെ കുറേ വാട്ടർ മാർക്ക് ഉണ്ട്, അതെല്ലാം റിമൂവ് ചെയ്ത് ശരിക്കും നമ്പർ 1 ആക്കിയിട്ടാണ് ഞങ്ങൾ ഏൽപ്പിക്കും. ഏതായാലും അപ്പോൾ സെറ്റ് നിങ്ങൾ ഏൽപ്പിച്ചു. A few moments later. നമ്മളങ്ങനെ നമ്മുടെ കാറ് നമ്മുടെ
പ്രോമാക്സ് ഓട്ടോക്കാരനെ ഏൽപ്പിച്ചിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതേ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കാർ അവിടെ അവർ മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കയറി പോയി നോക്കാം. ഞാനും കൃത്യമായിട്ട് കാറ് കണ്ടിട്ടില്ല. നമുക്ക് ഏതായാലും പോയി നോക്കാം എന്താണ് അവസ്ഥ, എന്തൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന കാര്യത്തെക്കുറിച്ച്. സിറാജ് ഖാൻ, അസ്സലാമു അലൈക്കും. എന്തായി നമ്മളെ കാര്യങ്ങൾ? സംഭവം റെഡി ആയിട്ടുണ്ട്. ഫുൾ സെറ്റ് അല്ല? അപ്പോൾ ഫുൾ സെറ്റ് ആണ്. പിന്നെ നമ്മൾ ഏതായാലും കാർ റിവീൽ ചെയ്യാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് നിങ്ങളിവിടെ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ? ഞങ്ങൾ ചെയ്യുന്നത് കാർ ഡീറ്റെയിലിംഗ് ഉണ്ട്, കൂടാതെ സെറാമിക് കോട്ടിങ്, PPF, അതുപോലെ മെക്കാനിക് ഉണ്ട്, കാർ ആക്സസറീസ് ഉണ്ട്, സ്മോക്ക് ടെസ്റ്റിംഗ്, കാർ വാഷിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വാഹനമായിട്ടുള്ള ഹബ്ബാണ്. അതെ അതെ, മൊത്തമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു വണ്ടിയുമായിട്ട് വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. നിങ്ങളാകുമ്പോൾ ഈ ഒരു മേഖലയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്? അതെ അതെ, ഞങ്ങൾ ഗൾഫിൽ കുറേ കാലം ഉണ്ടായിരുന്നു, ഏകദേശം 20 years എക്സ്പീരിയൻസ്. ഇതിപ്പോൾ നമ്മൾ പ്രോപ്പർ സ്ഥലം എവിടെ വരുന്നത്? മലപ്പുറം ജില്ലയിൽ? മലപ്പുറം ജില്ലയിൽ തിരൂർ കാരത്തൂർ എന്ന് പറയും. അതായത് BP അങ്ങാടി കുറ്റിപ്പുറം റോഡിലേക്കുള്ള അടുത്താണ്. ഖത്തർ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. കാരത്തൂരാണ് മെയിൻലി, അതായത് മീൻസ് തിരൂർ കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും മെയിൻലി PPF ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും PPF ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യുന്ന ഈ PPF-നെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റുകൾ? ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ PPF ആണ് ശരിക്കും കാറിൻ്റെ ബോഡി പ്രൊട്ടക്ഷൻ, ഏറ്റവും അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ PPF ആണ്, പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം. അതാണ് ഞങ്ങൾ മെയിൻ എയിം ചെയ്യുന്നത്. നേരത്തെ ഞങ്ങൾ സെറാമിക് കോട്ടിങ്, അതുപോലെ ഗ്രാഫൈൻ, അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും ആ സംഭവം ഉണ്ട്. പക്ഷേ ശരിക്കും കാറിൻ്റെ ബോഡി പ്രൊട്ടക്ഷൻ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ PPF ആണ്. അപ്പോൾ ഞങ്ങൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ ഇതിൻ്റെ എക്സ്പീരിയൻസ്ഡാണ്, ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ ഇത് എത്രത്തോളം വാല്യൂഡ് ആണെന്നുള്ളത് അന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തു. നല്ലൊരു മെറ്റീരിയലാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ആ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് പ്രൊഡക്റ്റാണ് സാൻഗാർഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാൻഗാർഡ് വെച്ചിട്ടാണ് നമ്മളെ PPF. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി PPF-കളെ അപേക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ PPF-ന്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്? സാൻഗാർഡിൻ്റെ മെയിൻ നോക്കേണ്ടത് ഒരു ഗ്ലൂ ആണ്, അഡ്ജസ്റ്റ് എന്ന് പറയും. ആ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആഷ്ലാൻഡ് പറയുന്ന ഗ്ലൂ ആണ് മെയിൻ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് അമേരിക്കൻ പ്രൊഡക്റ്റാണ് ആ സംഭവം. അതാണ് മെയിൻ നമ്മൾ PPF നോക്കേണ്ടത്. പിന്നെ TPU, TPH എന്ന് പറയുന്ന ഒരുപാട് വെർഷൻസ് ഉണ്ട്. അപ്പോൾ അത് TPU ആണ് ഏറ്റവും ബെസ്റ്റ്. അത് ഞങ്ങൾ 5 കൊല്ലം കൊടുക്കുന്നുണ്ട്, 7 years കൊടുക്കുന്നുണ്ട്, 10 years കൊടുക്കുന്നുണ്ട്, 3 years കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം PPF ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ പറയുന്ന ഗ്യാരണ്ടി പറയുന്ന അത്രയും വർഷത്തേക്ക് ഞങ്ങൾ ഫുൾ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നത്. അതെ 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 അതെ. പിന്നെ മാത്രമല്ല ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേറ്ററാണ് മെയിൻ ഘടകം PPF ചെയ്യുന്നത്. അത് ഞാനത് സ്വയം പൊക്കി പറയില്ല, ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ആണ്. ഏത് വ്യക്തിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ആത്മവിശ്വാസം. ഞാൻ ഏകദേശം 20 വർഷത്തോളമായി ഗൾഫിലായിരുന്നു. പിന്നെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം 8 വർഷം പോലെ ഇവിടെ വന്നിട്ട്. PPF എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ കുറേ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കുറേ ടെക്നിക്കൽ ടേമുകളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ പാർട്ണർ കൂടിയായിട്ടുള്ള മിസ്റ്റർ ആബിദ് അവന് സംസാരിക്കും. നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സാൻഗാർഡിനെ കുറിച്ച് കൂടുതലായിട്ട്, അത് നിങ്ങളുടെ തന്നെ ഒരു ബ്രാൻഡാണ്, നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നമ്മൾ സാൻഗാർഡ് എന്ന് പറയുന്നത് ഈ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം നമ്മളെ ഓൺ ബ്രാൻഡാണ്. നമ്മൾ പാൻ ഇന്ത്യ ലെവലിൽ നമ്മളത് സപ്ലൈ ചെയ്യുന്നുണ്ട്. സാൻഗാർഡ് PPF-ന്റെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് USA മെയ്ഡ് ആയിട്ടുള്ള ലൂബ്രിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി PPF കറൻ്റ് മാർക്കറ്റിൽ TPH മെറ്റീരിയലും TPU മെറ്റീരിയലും അവൈലബിൾ ആണ്. നമ്മൾ കറൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാൻഗാർഡ് മെറ്റീരിയലിന് നമുക്ക് വരുന്നത് TPU മെറ്റീരിയൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അത് TPU എന്ന് പറഞ്ഞാൽ തെർമോ പ്ലാസ്റ്റിക് പോളി യൂറിത്തീൻ എന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ലൂബ്രിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ മെയ്ഡ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലൂ അഡിസീവ് അത് നമുക്ക് വരുന്നത് ആഷ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അവരെ പ്രൊഡക്റ്റാണ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 2-3 പ്രോപ്പർട്ടിയാണ് നമുക്ക് മറ്റുള്ള PPF-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രം 3 years അപ് ടു 12 years നമുക്ക് ഇതിൻ്റെ വാറൻറ്റി നമുക്ക് കൊടുക്കുന്നുണ്ട്. അത് സാൻഗാർഡിനെ സംബന്ധിച്ച് സാൻഗാർഡ് യൂസ് ചെയ്യുന്ന ഏത് പിന്നെ അപ്ലിക്കേറ്റർ കാണുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് കമ്പനിനെ ഡീൽ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ തന്നെയാണ്
വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സപ്ലൈ ചെയ്യുന്ന ആർക്കും നമ്മൾ ഡയറക്റ്റ് നമ്മൾ വാറണ്ടി ചെയ്യുന്നുണ്ട്. അത് വാറണ്ടി ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീഗമ്മിങ് പറഞ്ഞ് പോരുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ പിന്നെ നോൺ യെല്ലോയിങ്, നമുക്ക് അപ് ടു ഫ്രം 3 years അപ് ടു 12 years നമ്മൾ അത് ഓരോ മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഗമ്മ് വളരെ അമേരിക്കൻ മെയ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണ് നമുക്കത് വരുന്നത്, ഗമ്മ് വരുന്നത്. ഇപ്പോൾ ഇതിന്റെ പ്രൈസിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇത് ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല ബ്രാൻഡുകളുടെയാണ് PPF യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഓൺ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൺ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഓൺ ബ്രാൻഡാണ്. പിന്നെ നമുക്ക് തന്നെ നമ്മളെ ഓൺ ആയിട്ടുള്ള നമുക്ക് 3-4 അപ്ലിക്കേറ്റർമാരുണ്ട്. ഇതിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രൈസ് മാർക്കറ്റിൽ ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഫ്രം 50,000 അപ് ടു 2,50,000 വരെ പ്രൈസ് അവൈലബിൾ ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വളരെ റീസണബിൾ പ്രൈസിന് നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് നമുക്ക് ചെയ്യാം. നമ്മൾ തന്നെ ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് പാൻ ഇന്ത്യ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല റീസണബിൾ പ്രൈസിന് നമുക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ റീസണബിൾ പ്രൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ PPF തന്നെ നമുക്ക് എസെൻഷ്യൽ പാർട്സ്, അതായത് കൂടുതൽ സ്ക്രാച്ച് വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. PPF ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ സ്ഥാപനത്തിലാണെങ്കിലും നമ്മൾ ഈ സാൻഗാർഡ് PPF നമ്മൾ സപ്ലൈ ചെയ്യുന്ന മറ്റുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരുടെ അടുത്താണെന്നുണ്ടെങ്കിലും നമ്മളിതിൽ ചെയ്യുന്ന 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നമുക്ക് കാറ് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, PPF ചെയ്യാം, ബമ്പർ ടു ബമ്പർ കംപ്ലീറ്റ്ലി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻസ് നമുക്ക് വരുന്നത് കാറിൻ്റെ സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി ഉള്ള ഇതിൻ്റെ എസെൻഷ്യൽ പാർട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ക് ബമ്പർ, ഫ്രണ്ട് ബമ്പർ, അതുപോലെ തന്നെ 2 സൈഡ് മിറേഴ്സ്, അതുപോലെ തന്നെ 4 ഡോർ ഹാൻഡിൽസ്, ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ഡോർ ഹാൻഡിൽസ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എസെൻഷ്യൽ പാർട്ടിൽ നമ്മൾ PPF ചെയ്യുക. പ്ലസ് നമ്മൾ അഡീഷണലായിട്ട് വരുന്ന ഇപ്പോൾ നമ്മുടെ ഷോപ്പുകളിലാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് മറ്റുള്ള PPF ചെയ്യാത്ത ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സെറാമിക് അല്ലെങ്കിൽ ഗ്രാഫൈന് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള നാനോ ഡയമണ്ട് കോട്ടിങ്, ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള ഓപ്ഷൻസ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ സെറാമിക്കും അല്ലെങ്കിൽ ഗ്രാഫൈന് അല്ലെങ്കിൽ നാനോ ഡയമണ്ട് കോട്ടിങ് ഇതിൽ നിന്നൊക്കെ PPFനെ നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഒരു ക്വാളിറ്റി, ചെറിയ കൊളീഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രാച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ തന്നെ ഹീലാകും. അത് നമ്മൾ മറ്റുള്ള ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനല്ല. അപ്പോൾ പ്രൈസിൽ സെറാമിക് ആയിക്കോട്ടെ ഗ്രാഫിക് അതിൻ്റെ ഒരു ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടാകും. എങ്കിൽ കൂടെ നമുക്ക് ഒരു അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ, അതെ, നമ്മൾ അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷനാണ് നമുക്ക് ഒരു പ്രീമിയം ലെവലിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് നമ്മുടെ വാഹനം നേരെ റിവീൽ ചെയ്താലോ. ഏതായാലും ഞാനും ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏതായാലും നമുക്ക് നേരെ അതൊക്കെ പൊക്കി നോക്കിയിട്ട് ഫുള്ളായിട്ട് തന്നെ റിവീൽ ചെയ്യാം. യെസ്, നമ്മളെ കാർ അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. സിറാജ് കാ, എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ വാഹനം ചെയ്തിട്ടുള്ളത് ആദ്യം ഡെന്റ് ചെയ്തു, അതിന് ശേഷം നമ്മൾ പെയിന്റ് ചെയ്തു, അതിന് ശേഷം നമ്മൾ ഡയമണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തമായിട്ട് നന്നായി പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് ശേഷം ഡയമണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ തിളങ്ങുന്ന അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അതെ അതെ, നിങ്ങൾ വന്ന സമയത്തുള്ള വാഹനമാണോ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ അതെ, മൊത്തം ഒരു ഷൈനിങ്, മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കുറെ വാട്ടർ മാർക്സ് ഉണ്ടായിരുന്നു, അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഹാർഡ് വാട്ടറിന്റെ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്നപ്പോൾ. അതുപോലെ ബോഡിയിലെ ചില ഭാഗങ്ങളൊക്കെ യെല്ലോയിഷ് ആയിട്ട് പല ഭാഗത്തും കിടന്നത് കുറെ റിമൂവ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാറിൻ്റെ അവസ്ഥ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏറെക്കുറെ ഒരു പുത്തൻ വണ്ടി ലെവലിലേക്ക് മൊത്തത്തിൽ അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? ഇതിൽ വേറെ എന്തൊക്കെ ഫുൾ വാഷ് കാര്യങ്ങളൊക്കെ ചെയ്തു? അതിന് എസെൻഷ്യൽ പാർട്സ് ആയിട്ടുള്ള ഹാൻഡിലിന്റെ ഉള്ളിൽ നമ്മൾ PPF ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇന്റീരിയർ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു ഫുൾ കണ്ടീഷൻ ആക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ വാഹനത്തെ ഫുൾ ക്ലിയർ ആക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ പ്രോമാക്സ് ഓട്ടോ കാർ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഏതായാലും വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ PPFൻ്റെ കാര്യമാണ്. അത് നമ്മൾ വീഡിയോയിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഡയറക്റ്റ് ബ്രാൻഡാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ബാക്കി എല്ലായിടത്തു നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് പ്രൈസിൽ അല്ലെങ്കിൽ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവർ മുഖാന്തരം PPF കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. PPFൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നമ്മുടെ പ്രോമാക്സ് ഓട്ടോ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് കയറാൻ പോവാം.